പ്രേക്ഷകർ കാണുന്നത്. ഇരുമുടിക്കെട്ടുമായി വ്രതാനുഷ്ഠാനത്തിന്റെ കരുത്തിൽ മല കയറിയെത്തുന്ന ഓരോ അയ്യപ്പ ഭക്തന്റെയും മുന്നിലുള്ള ഒരേ ഒരു ലക്ഷ്യം പൊന്നു 18-ാം പടിയാണ്. ശബരിമല ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനും മണിമണ്ഡപത്തിനുമൊക്കെയുള്ള അതേ പ്രാധാന്യമാണ് 18-ാം പടിക്കും അയ്യപ്പ ഭക്തർ നൽകുന്നത്. ശബരിമല പൂങ്കാവനം എന്നത് 18 മലകൾക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്നതാണ്. ആ 18 മലകളെ പ്രതിനിധാനം ചെയ്യുന്നതാണ് 18 പടികൾ. ഈ 18 മലകളിലും ദേവീദേവന്മാരുടെ പ്രതിഷ്ഠകളുണ്ട്. അവരെ പ്രീതിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് പടിപൂജ നടക്കുന്നത്. അങ്ങനെ അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പവിത്രമായി കണക്കാക്കുന്ന മല കയറിയെത്തുന്ന ഓരോ അയ്യപ്പ ഭക്തന്റെയും മുന്നിലെ ലക്ഷ്യമാണ് പൊന്നു 18-ാം പടി. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് വൈകുന്നേരം മകരജ്യോതി തെളിയാൻ പോകുന്ന പൊന്നമ്പലമേടിൻ്റെ ദൃശ്യമാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 4530 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൊന്നമ്പലമേട് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയുന്നു. വൈകുന്നേരം അയ്യപ്പ സന്നിധിയിൽ ദീപാരാധന നടക്കുന്ന ഘട്ടത്തിലാണ് ശബരിമല ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായ പൊന്നമ്പലമേട്ടിൽ ആ ദിവ്യജ്യോതി 3 തവണ മിന്നിമറയുന്നത്. ഇപ്പോൾ ശബരിമല സോപാനത്ത് നിന്ന് അരുൺ കൊടുങ്ങൂരും മിഥുൻ മുരളിയും ചേരുകയാണ്. അരുൺ, ഈ ഏറ്റവും കൂടുതൽ വിശിഷ്ട അതിഥികൾ ഈ മകരജ്യോതി ദർശിക്കുന്നതിനായി എത്തുന്നത് ഇപ്പോൾ അരുണും മിഥുനും നിൽക്കുന്ന ശബരിമല സോപാനത്താണ്. മാത്രമല്ല ആ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത, ഈ 3 തിരുവാഭരണ പേടകങ്ങൾ ഈ സന്ധ്യയിലെത്തുന്ന ഘട്ടത്തിൽ ശബരിമല അയ്യന് ചാർത്താനുള്ള തിരുവാഭരണ പേടകങ്ങൾ അത് ആ 18 പടികൾ കടന്ന് നിങ്ങൾ നിൽക്കുന്ന ആ സ്ഥലത്തു കൂടിയാണ് മുഖമണ്ഡപത്തിലൂടെ ശബരിമല ക്ഷേത്രത്തിനകത്തേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ എത്രത്തോളം വലിയ ഒരുക്കങ്ങളാണ്, ഒപ്പം സോപാനത്തെ മറ്റു വിശേഷങ്ങൾ പറയുവാരും. തീർച്ചയായും അതിൽ ഏറ്റവും പ്രധാനമായ ഈ ഒരു സമയത്ത് അതുതന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ നിമിഷങ്ങളെന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം അത്ര ഓരോ ഭക്തനും ഇവിടേക്ക് എത്തണമെന്ന് ഒരുപാട് ഭക്തർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നിയന്ത്രണങ്ങളൊക്കെ തന്നെയുണ്ട്, അതോടൊപ്പം തന്നെ തിരക്കുണ്ട്, അങ്ങനെ പലവിധ പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികൾക്ക് നടുവിലൂടെ മാത്രമേ ഈ ഒരു സന്നിധിയിലേക്ക്, ഭഗവാന്റെ ഈ ഒരു ഇടത്തേക്ക് എത്താൻ പറ്റൂ. എന്തായാലും എല്ലാ ക്രമീകരണങ്ങളും എല്ലാ ഒരുക്കങ്ങളും ഒക്കെ പൂർത്തിയായിരിക്കുകയാണ്. ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ ഭക്തിയുടെ പാരമ്യത്തിലേക്ക് ഭഗവാന്റെ പൊന്നു സന്നിധാനം മാറിയിരിക്കുകയാണ്. എന്തായാലും ഇനി ഏതാനും മിനിറ്റുകളാണ് നട തുറക്കാനുള്ളത്. ഏറ്റവും വിശിഷ്ടമായ ഒരു ചടങ്ങിലേക്കാണ് ശബരിമല സന്നിധാനം പോകുന്നത്. സംക്രമ പൂജയ്ക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും എല്ലാ ഒരുക്കങ്ങളും ഈ ഭഗവാന്റെ തിരുസന്നിധിയിൽ പൂർത്തിയായിരിക്കുകയാണ്. മകരസംക്രമ പൂജ ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ചടങ്ങുകളിലൊന്ന്. ആ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുകയാണ് ഇപ്പോൾ ഈ തിരുസന്നിധിയിലുള്ള ഭക്തജനങ്ങൾ മുഴുവൻ. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പ്, എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. ക്രമീകരണങ്ങളോടുകൂടി തന്നെ ഭക്തജനങ്ങൾ 18-ാം പടി കയറി മുകളിലേക്ക് എത്തുന്നു. ഇനി ആ ദർശനത്തിന് വേണ്ടിയുള്ള മകരസംക്രമ പൂജ കഴിഞ്ഞതിന് ശേഷമുള്ള ദർശനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലേക്ക് കടക്കുകയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ അരുൺചേട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിബന്ധങ്ങളൊന്നും തടസ്സമല്ല എന്ന് തെളിയിക്കുന്ന ഭക്തരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ സന്നിധാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാണുന്നത്. ഈ പൊരി വെയിലത്ത് കാത്തിരിക്കുന്ന ഭക്തർ, മഞ്ഞും മഴയും ഒന്നും പ്രശ്നമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ഒട്ടനവധി ഭക്തർ, അവരെല്ലാം കാത്തിരിക്കുന്നത് ആ പുണ്യ നിമിഷത്തിന് വേണ്ടിയാണ്. ആ മണിക്കൂറുകൾ എണ്ണി നിമിഷങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പ്. ഒക്കെ തന്നെ പർണശാലകൾ ഒരുക്കി നിലത്തിങ്ങനെ കിടക്കുകയാണ്. മഴയുണ്ട്, മഞ്ഞുണ്ട്, വെയിലുണ്ട്. പക്ഷെ അതൊക്കെ അവർക്ക് മുന്നിലേക്ക് അയ്യപ്പനെന്നുള്ള ആ ഒരു മഹാസത്യം, ആ ഒരു വികാരം, അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. ആ 3 തവണ മിന്നുന്ന ആ മകരവിളക്കൊന്ന് കാണുക, തിരുവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന പന്തള രാജകുമാരനായ വില്ലാളി വീരനായ വീരമണികണ്ഠനായ അയ്യപ്പസ്വാമിയെ ഒന്ന് കാണുക. ആ ഒരു നിമിഷം അത് ജീവിതത്തിൽ എന്നെന്നും ഓർത്തിരിക്കാൻ, എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും ആ പ്രതിസന്ധിയൊക്കെ തരണം ചെയ്യാൻ ആ കിട്ടുന്ന ഒരു സെക്കൻഡ്, ആ ഒരു സെക്കൻഡിലെ ദൃശ്യങ്ങൾ മാത്രം അവരുടെ ജീവിതത്തിൽ മതിയാകും. ആ ഒരു പ്രതിസന്ധികൾ, സങ്കടങ്ങൾ, സന്തോഷങ്ങളെല്ലാം ഭഗവാന് സമർപ്പിച്ച് മാലയിട്ട് നോമ്പ് നോറ്റ് ഇരുമുടി ഏന്തി പൊന്നു 18-ാം പടി കയറിയാണ് ശബരിമല സന്നിധാനത്തേക്ക് അവരൊക്കെ എത്തുന്നത്. വനമേഖലകളിലൊക്കെ തന്നെ ഇങ്ങനെ തീർത്ഥാടകർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാ ഇടങ്ങളിലും ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അന്തരീക്ഷം ഒന്നാകെ ഭഗവാന്റെ നാമജപം കൊണ്ട്, ഭഗവാന്റെ മന്ത്രങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ശരണമന്ത്രങ്ങൾ മാത്രം മുഴുകയാണ്. ചില സമയത്ത് ഇവിടെ ഈ
പൊരി വെയിലത്ത് കാറ്റ് വീശുന്നുണ്ട്. ആ കാറ്റ് പോലും, അലയടിക്കുന്ന കാറ്റ് പോലും ശരണമന്ത്ര ധ്വനികളാണ് മുഴക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രയും ഭക്തിസാന്ദ്രമാണ്. പർണശാലകളിലൊക്കെ ഇപ്പോൾ ഭജനകൾ മുഴങ്ങുകയാണ്. അയൽ സംസ്ഥാന ഭക്തജനങ്ങളൊക്കെ, ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ഭക്തജനങ്ങളൊക്കെ അയ്യപ്പ സ്തുതികളോടുകൂടി ഈ പർണശാലയിൽ ഇരിക്കുന്നത് കാണാൻ എന്തൊരു മനോഹരമായ അവസ്ഥയാണെന്നറിയൂ. ഞാനിപ്പോൾ പർണശാലയിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്. അവിടെ ആന്ധ്രയിൽ നിന്നുള്ള ഭക്തജനങ്ങൾ അയ്യപ്പ സ്തുതികൾ മുഴക്കുകയാണ്. തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തർ അവരുടെ ഭാഷയിൽ അയ്യപ്പ സ്തുതികൾ മുഴക്കുന്നു. അപ്പുറത്ത് മലയാളികൾ അയ്യപ്പ സ്തുതികൾ മുഴക്കുന്നു. എല്ലാം ഭാഷാ ഭേദങ്ങൾക്ക് അതീതമായി അയ്യപ്പൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ ഭാഷയില്ല, ഒരു മനുഷ്യർ, ഭഗവാന്റെ ഭക്തർ എന്നുള്ള ഒരേ ഒരു കാര്യം. എല്ലാവരും സ്വാമിമാർ. അത് പോലീസ് ആകട്ടെ, ഉദ്യോഗസ്ഥരാകട്ടെ, എല്ലാവർക്കും ഒരേ ഒരു പേര്, സ്വാമി എന്നുള്ള പേര്. അത് ലോകത്ത് മറ്റെവിടെയാണ് ഈ ഒരു വലിയ സന്ദേശം കാണുക? നമുക്ക് ഈ കാണുന്ന പോലെ തന്നെ ഈ തത്വമസി എന്നുള്ള ആ പൊരുള്, അത് തന്നെയാണ് ഈ ശബരിമല എന്നുള്ള ഒരു മഹാസത്യം നമുക്ക് മുന്നിലേക്ക് പകർന്നു നൽകുന്നത്. ലോകത്ത് മറ്റൊരിടത്തെങ്കിലും ഈ ഒരു ഇത്ര വലിയ ഒരു ആശയം, ഇത്ര വലിയ ഭഗവാനും ഭക്തനും ഒന്നാകുന്ന ഒരിടത്തേക്ക്, നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരിടത്തേക്ക്, ഏറ്റവും സൗമ്യമാക്കുന്ന ഒരിടത്തേക്ക്, വലിയൊരു ഊർജം നൽകുന്ന ഒരിടത്തേക്ക് ആ തത്വമസി പൊരുളായ ഭഗവാന് മുന്നിലേക്ക് എത്തുക. ഈ ശബരിമല ഡ്യൂട്ടിയിൽ നമുക്കും അത്ഭുതം തോന്നുന്ന, നമ്മളെ അതിശയിപ്പിക്കുന്ന കാര്യവും ഇപ്പോൾ അരുൺചേട്ടൻ പറഞ്ഞു വെച്ചത് തന്നെയാണ്. സ്വാമിയെ എന്ന് വിളിച്ചുകൊണ്ട് ഉള്ളത് മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്ന സ്വാമിമാർ. എനിക്കുള്ളത് നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾക്കുള്ളത് എനിക്ക് തരുന്നു, ആഹാരം പങ്കുവെക്കുന്നു, കിടക്കാൻ ഇടം പങ്കുവെക്കുന്നു, വിശ്രമിക്കാനുള്ള ഇടം പങ്കുവെക്കുന്നു. അങ്ങനെ എല്ലാവരും തുല്യരായി നന്മ നിറഞ്ഞ മനസ്സുള്ള അയ്യപ്പന്മാരായി മാറുന്ന ഒരു അസുലഭ കാഴ്ച, അത് ഈ സന്നിധാനത്ത് മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ്. അവിടെ ഭാഷാഭേദങ്ങളില്ല, വേർവ്യത്യാസങ്ങളില്ല, ഒന്നുമില്ല. എല്ലാവരും അയ്യപ്പന്മാരായി മാറുമ്പോൾ അത്രയും നന്മ മാത്രം ഉണരുന്ന ഒരു സന്നിധാനമായി ഇവിടെ മാറുകയാണ്. നിമിഷം ഇങ്ങനെ കഴിയും തോറും ഭക്തരുടെ മനസ്സ് ആ മുഖത്ത് കാണാം ആ പ്രസാദം, ആ ഒരു സന്തോഷം. കാരണം ഇനിയിപ്പോ സംക്രമ പൂജയിലേക്ക് ശബരിമല സന്നിധാനം ഒന്നാകെ കിടക്കുകയാണ്. ഏതായാലും ഭക്തിയുടെ പാരമ്യത്തിലേക്ക് ശബരിമലയെ സംബന്ധിച്ചോളം ഏറ്റവും വിശിഷ്ടമായ ഒരു ചടങ്ങാണ് മണ്ഡലപൂജ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലപൂജ കഴിഞ്ഞു. അതിനുശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലേക്ക് സംക്രമ പൂജ തന്നെ തിരുവാഭരണ ഘോഷയാത്ര കടന്നു വരുമ്പോൾ അതിൽ ഒന്ന് വന്ദിക്കുക, ഒന്ന് പുഷ്പവൃഷ്ടി നടത്തുക, അല്ല ഒന്ന് പ്രാർത്ഥിക്കുക, തിരുവാഭരണ പേടകം ഒന്ന് കാണുക. അതിനുവേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തരുമുണ്ട്. ആ നടപ്പന്തലിന്റെ ഇരുഭാഗങ്ങളിൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ആളുകൾ കാത്തു നിൽക്കുന്നത്. അതാണ് ശബരിമലയിലെ കാഴ്ച, സന്നിധാനത്തെ പരിസര പ്രദേശങ്ങളിലെ കാഴ്ച. നമ്മൾ വരുന്ന വഴികളിലൊക്കെ തന്നെ ആ തിരുവാഭരണത്തെ, പൊന്നു ഭഗവാന്റെ തിരുവാഭരണത്തെ, പന്തള രാജകുമാരന്റെ തിരുവാഭരണത്തെ ഒന്ന് കാണുവാനും ആ തിരുവാഭരണ പെട്ടിയിൽ ഒന്ന് തൊട്ട് തൊഴുവാനും ഒക്കെ തന്നെ ആനന്ദ നൃത്തമാടി വരുന്നതാണ്. കഴിഞ്ഞ തവണ ഞാൻ ഓർക്കുന്നു, അന്ന് ഗുരുസ്വാമി ആയിരുന്ന ആ ഉണ്ണിച്ചേട്ടൻ ആ ഒരു തിരുവാഭരണം എടുത്തു വരുമ്പോൾ, ആ ആനന്ദ നൃത്തമാടി ഇങ്ങ് വരുമ്പോൾ, അതിനുശേഷം അവരുടെ ഇന്റർവ്യൂ എടുത്ത സമയത്ത് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഭഗവാന്റെ ആ തിരുവാഭരണ പെട്ടി ആ തലയിലേക്ക്, ശിരസിലേക്ക് എത്തിയാൽ പിന്നെ ഒന്നും അറിയില്ല. എല്ലാം ഭഗവാൻ ഇങ്ങനെ കയ്യെ പിടിച്ച് കൂട്ടിക്കൊണ്ട് പോകുന്ന പോലെ മാത്രമാണ് എന്നുള്ളതാണ് അവർക്കൊക്കെ തന്നെയും പറയാനുള്ളത്. കാരണം അതാണ്, അദൃശ്യമായി ഭഗവാൻ എല്ലായിടത്തുമുണ്ട്. ഈ വരുന്ന വഴികളിലൊക്കെ തന്നെയും ആ ഒരു ശക്തി അതുതന്നെയാണ്. അതിനകത്ത് പ്രായം വ്യത്യാസങ്ങളില്ലാതെ, ഒരു തരത്തിലുള്ള പ്രതിസന്ധികളും ഇല്ലാതെ, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ ഇങ്ങനെ തീർത്ഥാടക സഞ്ചയം ഇങ്ങനെ ശബരിമല സന്നിധാനത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അയ്യപ്പന്റെ ഭക്തി, അയ്യപ്പനോടുള്ള ആ ഒരു വാക്കുകൾക്കതീതമായ ഭക്തി ലോകമെങ്ങും സ്ഫുരിക്കുന്നതിന്റെ ഉദാഹരണമാണല്ലോ എല്ലാ വർഷവും ഈ 10 മടങ്ങായി വർദ്ധിച്ചു വരുന്ന ഈ ഭക്തജന തിരക്ക്. ഒപ്പം ഈ തിരുവാഭരണ പാതയിൽ പന്തളം തൊട്ട് സന്നിധാനം വരെയുള്ള തിരുവാഭരണ പാതകളിലെ വീടുകൾ, ക്ഷേത്രങ്ങൾ, അവിടെയുള്ള ജീവിക്കുന്ന ആളുകൾക്കെല്ലാം ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. ഇനി അടുത്ത വർഷം ഇതേ കാലയളവിന് വേണ്ടി 3 ദിവസത്തെ തിരുവാഭരണ ഘോഷയാത്ര പ്രയാണത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. രാവിലെ നമ്മുടെ ലൈവിൽ ഗൗതം ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു അയ്യപ്പ ഭക്തന്റെ കലണ്ടർ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ഇനി ഒരു വർഷമുള്ള കാത്തിരിപ്പാണ് അവർക്ക്. ഇനി ഒരു വർഷം കാത്തിരുന്ന് ഈ തിരുവാഭരണ ഘോഷയാത്ര പ്രയാണം, തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കുക, അതിനുവേണ്ട കാര്യങ്ങൾ ഒരുക്കുക, ഇതിനൊക്കെ വേണ്ടി ഒരു വർഷം അവർ കാത്തിരിക്കുകയാണ്. തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും ഗൗതം ഒപ്പമുണ്ട്. എന്തായാലും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ശബരിമല സന്നിധാനത്തേക്ക് ഇനിയും നടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്നത് സംക്രമ പൂജയാണ്. അല്പസമയങ്ങൾക്കുള്ളിൽ 2:45 തന്നെ നട തുറക്കും. അതിനുശേഷം 3 മണിയോടെ 2:50 ശേഷം സംക്രമ പൂജ നടക്കും. ഏറ്റവും വിശിഷ്ടമായ ഒരു സമയത്ത് കൂടിയാണ് ഈ ഭഗവാന്റെ തിരുമുന്നിൽ നിൽക്കുന്നത്. എന്തായാലും അതിനുവേണ്ട ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കുന്നു. അവസാനവട്ട സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ കേന്ദ്രസേനകളും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ എത്തി വിലയിരുത്തുന്നു. അതോടൊപ്പം തന്നെ വർണ്ണാഭമായ ഒരുക്കങ്ങൾ, ഭഗവാന്റെ സന്നിധി എത്രയൊക്കെ മനോഹരമാക്കുമോ അത്രയൊക്കെ ഭംഗിയാക്കിക്കൊണ്ട്
മുന്നോട്ട് പോകുകയാണ് ഭക്തസഹസ്രങ്ങളൊക്കെ തന്നെയും. എന്തായാലും വാക്കുകൾ കൊണ്ട് എത്ര നമ്മൾ വിവരിച്ചാലും ആ ഒരു ആത്മീയ അനുഭൂതി, അത് ഓരോ ഭക്തന്റെ മനസ്സിലും ഉണ്ടാകുന്ന ആ ഒരു ആത്മീയ അനുഭൂതി ഒരിക്കലും നമുക്ക് വിവരിക്കാനാകില്ല, വർണ്ണിക്കാനാകില്ല. അത് ഇവിടെ വന്ന് ഭഗവാന്റെ തിരുമുന്നിൽ, പൊന്നമ്പലവാസന്റെ തിരുമുന്നിൽ, കലിയുഗ വരദന്റെ തിരുമുന്നിൽ വന്ന് നിന്നെങ്കിൽ മാത്രമേ അത് ഒരു ജീവിതത്തിൽ നമുക്ക് ആ ഒരു മനസ്സിലേക്ക് എത്തുന്ന ആ ഒരു ആത്മീയ അനുഭൂതി എന്തെന്ന് പറഞ്ഞു നൽകാൻ അല്ലെങ്കിൽ അനുഭവിച്ചറിയാൻ മാത്രമാണ്. ഒരു അനുഭവം അത് ഒരു നിമിഷം ഇവിടെ നിന്ന ഭക്തർക്ക് പിന്നീട് ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കുന്നതിനുള്ള, സ്മരിക്കുന്നതിനുള്ള ഒരു വകയായി മാറുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഈ ദിവസം ഒരു നിമിഷമെങ്കിലും ഈ സന്നിധിയിൽ ഉണ്ടാകണമെന്ന് അയ്യപ്പ ഭക്തർ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. എന്തായാലും ഇനി സംക്രമ പൂജയിലേക്ക് ശബരിമല സന്നിധാനം കടക്കുകയാണ്, അതിന്റെ ഒരുക്കങ്ങളിലേക്ക് പോവുകയാണ്.